ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? നമ്മളിത് ഡെക്കാത്ലണിൽ ബ്ലാക്ക് ഫ്രൈഡേ ഓഫർ നടക്കുന്ന ദിവസം പർച്ചേസിങ്ങിന് പോയതാണ് കേട്ടോ. നവംബർ 28 മുതൽ 30 വരെയുള്ള സമയം, അതായത് നമ്മുടെ ഈ കഴിഞ്ഞ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിലായിരുന്നു. അവിടെയും പിന്നെ അതേപോലെ ഒബ്രോമാണിലും പോകുമ്പോൾ എടുത്തൊരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ചെന്നത് ഞായറാഴ്ചയാണ്, അത് ഏറ്റവും ലാസ്റ്റത്തെ ദിവസമാണ്. അതുകൊണ്ട് തന്നെ എല്ലായിടത്തും തിരിവായിട്ടുണ്ടായിരുന്നു. നേരെ നേരെ പിടിക്കും. നമുക്ക് മേടിക്കാം. ബോൾ മേടിച്ചു തരാവേ, ബോൾ മേടിച്ചു തരാം. ഇത് നമുക്ക് തലയിൽ തൂർത്താൻ വേണ്ടിയിട്ട്. ഇതേപോലത്തെ ബോൾ മേടിക്കട്ടെ. പിങ്കാ എടുക്കട്ടെ. അതിനകത്തോണ്ടിട്ടോ, ഇതിനകത്തിട്ടോ. വന്നിട്ട് വാപ്പഴത്തോട്ട് പോവാ. ബാബാ എടുത്ത് ബാ. ബാപ്പി അപ്പുറത്തോട്ട് പോയി, എടുക്ക് ബാ. അവിടെ അതൊക്കെ നിനക്ക് എടുക്കാൻ പറ്റാത്ത വെയിറ്റാ. ഇത് എടുത്തോ, ഇതെടുക്കാം. ചുമ്മാ എടുത്തോ. ഇനിയുണ്ടോ? ഇല്ല ഇല്ല, അങ്ങ് വെക്ക്. കയ്യിൽ നിന്ന് കാലേ വീണം. വേണ്ട വേണ്ട, വേറെ നോക്കാം നമുക്ക്. അതിനകത്ത് ചാടിക്കും, ചാടിക്കോ. ചെരുപ്പൂര് ബാ, ചെരുപ്പൂര് ബാ. കേറ് ബാ, കേറ്. കേറ്, നിക്ക്. ചാടിക്കോ, ഒന്ന് ചാടിക്കേ. ഉമ്മയ്ക്ക് പിടിക്കാം. ചാടി. അങ്ങോട്ട് നീങ്ങി. കിട്ടിയോ? അത് സ്കിപ്പ് ചെയ്യുന്നതാ. അത് ബാത്തുവിന് പറ്റില്ല. ഞാൻ ഡെക്കാത്ലണിൽ പോയ മെയിൻ റീസൺ എന്ന് പറയുമ്പോൾ ഈ ഒരു സംഭവം മേടിക്കാനായിരുന്നു, ഗ്ലൗസ്. ആക്ച്വലി ഇപ്പം ഈ വെയിറ്റ് ലിഫ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നത് കാരണം എനിക്കാണെങ്കിൽ കയ്യിൽ മൊത്തം തഴമ്പ് വീണേക്കുക. അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കയ്യിൽ തൊടുമ്പോഴത്തേനും ഒരു പെണ്ണുങ്ങളുടെ കൈ പോലെ എനിക്ക് തോന്നേ ഉണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ വേണ്ട, നമുക്ക് ഗ്ലൗസ് മേടിക്കാം. അപ്പം ഇക്കാക്ക് പറഞ്ഞു ഇക്കാക്കും മേടിക്കണം. അങ്ങനെയാണ് മെയിൻ സംഭവമായിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഈ ലാസ്റ്റ് സമയം ആയതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ നേരത്തെ കാണിച്ച ആ ഒരു കളറും പിന്നെ ഒരു ബ്ലാക്കും പിന്നെ ഒരു പച്ചയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ പച്ചയാണെങ്കിൽ എനിക്കത്തെ സൈസ് കിട്ടിയതുമില്ല. എനിക്ക് ആ പച്ച ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അത് ആദ്യം ഞാൻ ഇട്ടപ്പോൾ അത് ഞാൻ തിരിച്ചാണ് കേട്ടോ ഇട്ടത്. പിന്നെ ഞാൻ മറിച്ചിടുന്നൊരു വീഡിയോ ഉണ്ട്. കാരണം ഒരു കയ്യിൽ വീഡിയോ എടുക്കുകയും ഒരു കയ്യിൽ ഇടുകയും ചെയ്യുമായിരുന്നു. അപ്പം നമുക്ക് പെട്ടെന്ന് ഒന്ന് ഇട്ട് നോക്കാൻ വേണ്ടിയിട്ട് നോക്കുമായിരുന്നു. പക്ഷെ ആ ഇട്ടത് എൻ്റെ സൈസും ആയിരുന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ഒന്നും കൂടെ പരതിയൊക്കെ നോക്കി. അപ്പോഴാണ് ഈ ബ്ലാക്ക് കണ്ടത്. ബ്ലാക്ക് കണ്ടപ്പം ഇക്കാക്ക് പറഞ്ഞ എപ്പോഴും ബ്ലാക്ക് അല്ലേ എടുക്കണത്, ബ്ലാക്ക് വേണ്ട, വേറെ ഒരെണ്ണം നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് ഇക്കാക്ക് എടുത്ത് തന്നതാണ് ഈ ഒരു സംഭവം. ഇത് തന്നെയായിരുന്നു ഞാൻ എടുത്തതും. ഇപ്പം വെയിറ്റ് ലിഫ്റ്റിങ്ങിൻ്റെ ആ ഒരു പ്രശ്നം വന്ന കാരണമാണ് മെയിനായിട്ട് ഈ ഒരു സംഭവം മേടിക്കാൻ വേണ്ടിയിട്ട് വന്നത്. എൻ്റെ മനസ്സിലുള്ളത് അങ്ങനെ മേടിക്കാം എന്നുള്ളതായിരുന്നു. കാരണം എനിക്ക് ഈ ഒരു സംഭവം മാത്രം കിട്ടിയാൽ മതി. ഞാൻ ഇതിനു വേണ്ടി മാത്രം വന്നതാണ്. ബാക്കിയൊക്കെ നമുക്ക് കമ്പനിക്ക് അടിക്കുക എന്നൊക്കെ പറയൂലേ, ആ ഒരു സംഭവമാണ്. ബാക്കി കിട്ടണതൊക്കെ നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് ബോണസ് ആയിട്ട് കിട്ടുന്ന സംഭവങ്ങളാണ്. അപ്പൊ ഇട്ട് നോക്കിയപ്പം ഞാൻ ആദ്യം ഇട്ടത് ലാർജ് ആയിരുന്നു. അപ്പൊ എനിക്കൊരു മീഡിയം ടൈപ്പ് മതിയായിരുന്നു. പിന്നെ ആ ഒരു ഇട്ട് നോക്കിയപ്പോഴത്തേക്കിനും കറക്റ്റാണ് എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ അതെടുക്കായിരുന്നു കേട്ടോ ചെയ്തത്. പാത്തു മെയിനായിട്ട് ഇവിടെ വരുന്നത് പാത്തുവിൻ്റെ എൻജോയ്മെന്റിന് വേണ്ടിയിട്ടാണ്. ഇപ്പം നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പാത്തുവിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഡെക്കാത്ലണിൽ ചുമ്മാ നമുക്ക് ഓടിയളന്ന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പിള്ളേർക്ക്, അതാണ് പാത്തുവിൻ്റെ മെയിൻ ഹോബി എന്ന് പറയുന്നത്. വേറെ ഒന്നിലും കയറൂല, പക്ഷേ പുള്ളിക്കാർക്ക് ഇങ്ങനെ അങ്ങ് അവിടെ ഇവിടെയൊക്കെ ചാടി ഓടി നടക്കണം, അതാണ് മെയിൻ സംഭവം.
ഓഫർ എന്ന് പറഞ്ഞിട്ട് ചില കാര്യങ്ങൾക്ക് എനിക്ക് ഒന്നും ഒരുപാട് വില ഉള്ളത് പോലെ തോന്നി. പക്ഷെ ചിലത് നമുക്ക് പറ്റുന്ന അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലുള്ളതുമാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഈ ഒരു ഗ്ലൗസ് തന്നെ സ്റ്റാർട്ടിങ് 699 സ്റ്റാർട്ടിങ് വരുന്നത്. പിന്നെ ഏറ്റവും ലാസ്റ്റുള്ള വില എന്ന് പറയുമ്പം 999 ആയിരുന്നു. പിന്നെ അതൊക്കെ മേടിച്ച് നമ്മൾ അവിടുന്ന് പിന്നെ പോയത് എനിക്കൊരു 2-3 ബനിയൻ നോക്കണമായിരുന്നു. ടീഷർട്ടും ബനിയനും അങ്ങനെ സംഭവങ്ങളൊക്കെ ഒന്ന് നോക്കണമായിരുന്നു. കാരണം ജിമ്മിൽ ഇടുന്നത് പകരമായിട്ട് വേറെ 2 നോക്കാന്ന് കരുതിയാണ് പോയത്. അപ്പൊ ചെന്ന് കഴിയുമ്പോൾ ഞാൻ ഈ ബ്ലാക്കിലേക്ക് തന്നെ പിടിക്കണം. ബ്ലാക്കിലേക്ക് ഇനി പിടിച്ചു കഴിഞ്ഞാൽ ഇക്കാകെ എന്നെ 10 ലൂരി അടിക്കും. കാരണം ഉപയോഗിക്കുന്നതും ബ്ലാക്ക് തന്നെയാണ്. പിന്നെ നമുക്ക് പൊതുവേ എനിക്ക് ഈ ബ്ലാക്ക്, പർപ്പിൾ എന്ന് പറയുന്ന ഒരു സംഭവം എന്നെ എല്ലാവരും കളിയാക്കുന്ന ഒരു സംഭവം. എനിക്ക് ഏറ്റവും കൂടുതൽ ഡ്രസ്സുകളിൽ കളർ ഉള്ളത് പർപ്പിളും പിന്നെ ലാവൻഡർ, അതേപോലെ ഡാർക്ക് വയലറ്റ് കളറ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് എനിക്കുള്ളത്. അപ്പം ഇന്ന് പർപ്പിൾ ഇട്ടാലും നാളെയും ചിലപ്പോൾ പർപ്പിൾ തന്നെയായിരിക്കും. ഡിസൈൻ മാറുന്നേ ഉള്ളൂ, പക്ഷെ കളറിന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അപ്പൊ എല്ലാവരും എന്നെ കളിയാക്കുന്നതും ആ ഒരു സംഭവം പറഞ്ഞിട്ടാണ് എൻ്റെ ഫ്രണ്ട്സൊക്കെ. അപ്പൊ ടീഷർട്ട് ഒരു ബനിയൻ 2-3 നോക്കി. 2-3 എടുത്തത് കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പാൻറ്റും സ്കിൻ ഫിറ്റ് ആയിട്ടുള്ള സംഭവം അതും വേണമായിരുന്നു. അപ്പൊ അതും നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പാൻറ് എടുത്തില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഓൾറെഡി എൻ്റെ കയ്യിലുള്ള കളറൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് കണ്ടിട്ടും ഒരു ഇത് തോന്നിയില്ല, എനിക്ക് വേണ്ട, എനിക്ക് ഇപ്പം വേണ്ട, പിന്നെ എടുക്കാന്നുള്ള രീതിയിലായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ഒരു സംഭവം കണ്ട് എനിക്കിത് മേടിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴത്തേക്കിനും ആള് വേറൊരു സ്ഥലത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഇക്കാകാനം കുറേ സ്ഥലങ്ങളിൽ ഞാനും പാത്തവും കൂടെ പരതി നോക്കിയിട്ട് കണ്ടില്ലായിരുന്നു. എവിടെ പോയിന്ന് അറിയില്ല. പിന്നെ ഒരു സംഭവം അതിനകത്ത് മറ്റേ പൂരപ്പറമ്പിൽ പെട്ട അവസ്ഥയാണ് കേട്ടോ. ഒരു സ്ഥലത്തു നിന്ന് ഒരാളെ കാണാണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കണ്ടുപിടിക്കണമെങ്കിൽ പല കറക്കം കറങ്ങിയാലേ ചിലപ്പോൾ വിളിച്ചു പറയേണ്ടതായിട്ട് വരും. അത്രയും പോലും നമുക്ക് കിട്ടൂല. അപ്പം ഞങ്ങൾ പിന്നെ പതുക്കെ അങ്ങോട്ട് നീങ്ങി നോക്കിയപ്പോഴത്തേക്കിനും ആളിരിക്കുന്ന സ്ഥലം കണ്ടു. ആള് ഷൂ ഇട്ട് നോക്കാൻ വേണ്ടിയിട്ട് വന്നേക്കാണ്. അപ്പം ഒരു ഷൂ വേണം, ഇങ്ങനെ കടയിലിടാൻ വേണ്ടിയിട്ട് ഒരു ഷൂ വേണമെന്ന് പറഞ്ഞിങ്ങനെ പുള്ളി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ആ സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ നോക്കുക എന്നുള്ളത് നമ്മുടെ കാര്യമാണ്. അപ്പം ഞാൻ നേരെ സോക്സിന്റെ സെക്ഷനിലോട്ട് പോയിട്ട് 2-3 സോക്സ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങളുടെ പർച്ചേസിങ്, അതായത് എൻ്റെയും പാത്തുവിൻ്റെ പർച്ചേസിങ് ഏകദേശം ഒന്ന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ സംഭവങ്ങൾ ഞാൻ മേടിച്ചു. പാത്തുവിന് പിന്നെ 2 ബോളിൻ്റെ ആവശ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കൊടുത്ത് കൊച്ചിനെ പറ്റിച്ച്. അങ്ങനെ അതുമായിട്ട് ഞങ്ങൾ പിന്നെ അവിടെ ഇരുന്ന് കുറച്ചു നേരം റെസ്റ്റ് ചെയ്തു. കാരണം ഇക്കാക്ക അതൊക്കെ ട്രൈ ചെയ്ത് നോക്കി വരാൻ കുറച്ച് സമയം എന്തായാലും എടുക്കും. ആള് പൊതുവെ അങ്ങനെയാണ്. ഒരു സംഭവം ഡ്രസ്സ് എടുക്കാൻ നിന്ന്, ഇപ്പൊ ഡ്രസ്സാണെങ്കിൽ പോലും അതെടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ കുറച്ച് നേരം അവിടെ നിന്ന് എല്ലാം ട്രൈ ചെയ്ത് നോക്കി തൃപ്തിയായി എന്ന് കാണുകയാണെങ്കിൽ മാത്രമേ സംഭവം എടുക്കാറുള്ളൂ. അങ്ങനെ നമ്മൾ കുറച്ചു നേരം അവിടെ പോസ്റ്റ് അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ബില്ലടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ബില്ലിംഗ് സെക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ പാത്തുവിന് വീണ്ടും അത് വേണം ഇത് വേണം എന്നായി. കാരണം അവിടെ നമ്മുടെ സ്കിപ്പിങ്ങിന്റെ സാധനങ്ങളും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തൊപ്പി, പിന്നെ ബോൾ ഉണ്ടല്ലോ, നമ്മൾ ടെന്നീസ് ബോൾ, അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സൈഡ് വലിവായിരുന്നു. പഞ്ചാബി ഹൗസിൽ ദിലീപ് പോണ പോലെ എന്താ ഒരു സൈഡ് വലിവെന്ന് ഞാൻ ഇക്കാക്കം കൂടെ അങ്ങനെ പറയാം. ആള് വലിച്ചുകൊണ്ട് പോവായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അവിടെ എനിക്ക് ആ തൊപ്പി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. തൊപ്പിയൊക്കെ നമ്മൾ വെക്കണേ, പിന്നെ അതിനൊന്നും യൂസ് ഇല്ല, നമ്മൾ വെക്കൂല, പിന്നെ അത് ചുമ്മാ എടുത്തിട്ടും കാര്യമില്ല. പിന്നെ അതൊക്കെ വെച്ചു. നമ്മൾ ബില്ലൊക്കെ അടിച്ചു കഴിഞ്ഞു. പാത്തുവിന് എങ്ങനെയെങ്കിലും ഒന്ന് ബില്ലടിച്ച് ആ ബോളൊന്ന് കിട്ടിയാൽ മതി എന്നായിരുന്നു. പിന്നെ അവിടെ നിന്ന് കൊച്ച് ബോളൊക്കെ എടുത്തു കൊടുത്ത് ആള് തന്നെയായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ട്രോളി എടുക്കേണ്ട ആവശ്യമേ ഇല്ല, അല്ലെങ്കിൽ ആ ബാസ്ക്കറ്റ് എടുക്കേണ്ട ആവശ്യമേ ഇല്ല. നമ്മുടെ കൂടെ നിന്ന് പുള്ളിക്കാർ ബാക്കിൽ കൂടെ ഉന്തിയും ഫ്രണ്ടിൽ കൂടെ ഉന്തിയൊക്കെ ഇങ്ങനെ നടന്നോളും. നമുക്കത് പിക്ക് ചെയ്യേണ്ട ഒറ്റ ആവശ്യവും വരത്തില്ല. അങ്ങനെ പിന്നെ നമ്മൾ ഡെക്കാത്തലിലെ പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഒബ്രോ മാളിൽ വന്നു. ഒബ്രോ മാളിൽ വന്ന് എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഈ ഡയറ്റ് നോക്കുമ്പോഴത്തേക്കിനും സ്വീറ്റ് ക്രേവിങ്സിന്റെ അങ്ങേയറ്റാണ്. ആക്ച്വലി ഞാനൊരു അല്ലെങ്കിൽ സ്വീറ്റിനോട് ഇഷ്ടമുള്ള ഒരാളേ അല്ല. എനിക്ക് സ്വീറ്റേ ഇഷ്ടമല്ല. പറയുമ്പം വിയേർഡായിട്ട് തോന്നാം, പക്ഷെ എനിക്കത് ഇഷ്ടമല്ല. എനിക്ക് ഐസ്ക്രീം പോലും ഞാൻ അങ്ങനെ കഴിക്കലില്ല. വല്ലപ്പോഴും ഒരു ഇഷ്ടം വന്നാലോ അല്ലെങ്കിൽ നമ്മുടെ ഡേറ്റിന്റെ സമയത്തോ അങ്ങനെയൊക്കെ ഒരു ക്രേവിങ് വരുമ്പോൾ മാത്രം 1 സ്കൂപ്പ്, ഒരു ചെറിയൊരു സ്പൂണ് മാത്രം എടുത്ത് കഴിക്കുള്ളൂ. അത്രയും പോലും എനിക്ക് സ്വീറ്റിനോട് താല്പര്യമേ ഇല്ല. പക്ഷേ ഈ ഒരു ഡയറ്റ് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടല്ലോ, എനിക്ക് പിന്നെ ലഡു തിന്നാൻ തോന്നുക, ജിലേബി തിന്നാൻ തോന്നുക, അങ്ങനെ സ്വീറ്റിനോട്. അത് നമുക്ക് അങ്ങനെയാണല്ലോ, ഒരു സാധനം നമ്മളോട് ചെയ്യല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ.
അത് പൊതുവെ എല്ലാവർക്കും ഉള്ളൊരു ആറ്റിറ്റ്യൂഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സ്വീറ്റ് ക്രേവിങ്സ് വല്ലാതെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്കാക്ക് പറഞ്ഞു ഈ ഒബ്രോൺ മാളിൽ സ്റ്റീവിയുടെ ഒരു ചെറിയ ഷോപ്പ് ഉണ്ട്, അവിടെ നമുക്ക് ഷുഗർ ഫ്രീ ആയിട്ടുള്ള ഈ എന്താണ് സ്വീറ്റ്സ് കിട്ടുമെന്ന് പറഞ്ഞു. അതും എനിക്കിഷ്ടമുള്ള കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. പേട ഉണ്ടല്ലോ, പേട ബർഫി ഉണ്ടല്ലോ, ബർഫി, അതേപോലെ എന്താ പറയുക ലഡു, മഞ്ഞ ലഡുവും ചുമന്ന ലഡുവും ഉണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും എനിക്ക് സന്തോഷമായി. അവിടുന്ന് പിന്നെ നമ്മള് 999 ആ ഒരു 5 എണ്ണം വരുന്ന പാക്കറ്റ് കിട്ടും, അത് നമ്മൾ മേടിക്കാൻ വേണ്ടിയിട്ടാണ് അവിടുന്ന് പോയത്. അവിടെ നിന്ന് എന്തായാലും ആ ഒരു സംഭവം മേടിച്ചു. ഇറങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ പാത്തുവിന് ഒരു ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് കരച്ചിലായി, അതും മേടിച്ചു കൊടുത്ത് നമ്മൾ നേരെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ